അതിനുശേഷം 2020 സിനിമ കഴിഞ്ഞു. ഞാൻ ഫിലിം ഡയറക്ടറൊക്കെ ആയി. ഞാൻ വീട്ടിൽ കച്ചവടമൊക്കെ ചെയ്യുന്നതിന്റെ അപ്പം ഇവളുടെ വീട്ടിൽ വീണ്ടും നമ്മൾ താമസിക്കാൻ വരുന്നു. വീണ്ടും അവിടെ ചാച്ചി പ്രശ്നങ്ങൾ ബഹളമായി. ഇറങ്ങി പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇറക്കി വിടുന്നു, ഇറങ്ങി പോകുന്നു. അന്ന് പിന്നെ പ്രാവശ്യം ഒറ്റയ്ക്ക് പോകുന്നില്ല, കുടുംബമായിട്ട് ഇറങ്ങി പോകുന്നു. എങ്ങോട്ട് വരുന്നൊന്നും ഇവക്ക് പിന്നെ എന്തോന്ന് സംഭവിച്ചാൽ ആകി പോകി ഗാഗി ആർക്കറിയാം. എവിടെ പോകുന്നു, കയ്യിൽ 5 പൈസ ഉണ്ടോ, ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയ എന്തോ മനസ്സിൽ അങ്ങനാന്നല്ലോ. അയ്യോ അത് വെട്ടാൻ വരുന്ന പോത്തിന്റെ മുമ്പ് നെഞ്ചു പിരിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത് കോൺഫിഡൻസ് അല്ല, തലയ്ക്ക് വിവരമല്ല. ഇനി വിവരം പോലുള്ളവർക്ക് ചെയ്യത്തില്ല. ഇവർക്ക് അത് ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. ബുദ്ധി ഉദിച്ചിട്ടില്ല. ബുദ്ധി ഉദിച്ചില്ലെങ്കിൽ ജോലിയും കൂലിയും വരുമാനമില്ല. എന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ, എന്നാ നിങ്ങളുടെ പൈസ ഉണ്ടോ? എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നത്? 2 പിള്ളേരില്ലേ അവർക്ക്? അഖിൽ മാരാർ ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അഹങ്കാരം അതിന് മാത്രം ഒരു കുറവുമില്ല. ഒരാഴ്ച മുമ്പ് വേറൊരു കഥ പറയാം. ഒരാഴ്ച മുമ്പ് പനിയും പിടിച്ച് വയറിളകി വന്ന് കിടന്നപ്പോഴും എനിക്കൊന്നും തന്നില്ല. അത് ഞാൻ പിന്നെ പറയാം. അത് ഞാൻ പറയാം. അത് ഞാൻ അല്ല അങ്ങനെ പല ഫ്ലാറ്റുകളും അന്വേഷിച്ച സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഒഴിവുണ്ടെന്ന് പറയുന്നു. അപ്പം എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ, നമ്മൾ പണ്ട് താമസമുള്ള സ്ഥലമാണല്ലോ. അങ്ങനെ കുടുംബവുമായിട്ട് താമസിക്കാൻ വേണ്ടി വരുന്നു. ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഫ്ലാറ്റിലാണ് ഞങ്ങളന്ന്. അത് ഒരു ഫർണിഷ്ഡ് ഫ്ലാറ്റ് താമസിക്കുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റ്, അതായത് ഞാൻ ഇത്രയും നാളെ താമസിച്ചുകൊണ്ടിരുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റ്, ഇപ്പോഴും നമ്മൾ തന്നെ ആ ഫ്ലാറ്റിനകത്ത് കഥ എഴുതാൻ വേണ്ടിയിട്ട് അതും എടുത്തിരുന്നു. അങ്ങനെ ഈ 2 ഫ്ലാറ്റ്. അങ്ങനെ പിന്നെ ഇവിടെ വന്ന ശേഷം നമ്മുടെ ജീവിതത്തിൽ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അതായത് രാജലക്ഷ്മി എന്ന് പറയുന്ന ലക്ഷ്മി വന്നു. ലക്ഷ്മി എന്ന് പറഞ്ഞൊരു രാശിയുള്ളൊരു അല്ലേ, അത് കൂടെ വന്നപ്പോഴത്തേക്കിന് അന്ന് തൊട്ട് അച്ഛൻ എത്ര ബിഗ് ബോസ് വിജയിച്ചു വെച്ചടി കേട്ടായിരുന്നു. ഇവളുടെ അമ്മ ഏറ്റെടുത്ത 12 കേസിൽ 11 പ്രതികളൊന്നും ചെയ്യില്ല. 12ാമത്തവൻ ചത്തുപോയി. അല്ല അവിടെ ഉള്ള സമയത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. വാഴക്കൊല മോട്ടിച്ച ഒരു പാവം പിടിച്ചവന് വേണ്ടി കേസും ബാധിച്ചിട്ട് നീ ഉള്ളതാണീ സത്യമാണ്. നീ അല്ലെങ്കിൽ ഇവരെ വിളിച്ചു പോയി. അങ്ങനെ തോന്നിയില്ലേ നിനക്ക്? അങ്ങനെ എല്ലാവർക്കും തോന്നുന്നത് സത്യമാണ്. കണ്ട നല്ല ആഠ്യത്വവും എന്തോ മോശമാണോ കാണാൻ. എല്ലാം ഞെടിഞ്ഞ് വന്ന് നിൽക്കുന്ന കണ്ടാൽ ഹൈക്കോടതി ജഡ്ജിയാണ്. പിന്നെ ആ ഒരു വിൽ പവർ ഉള്ളോണ്ടല്ലേ 40 വയസ്സായപ്പോ കണ്ട് LLB എടുത്ത്. പവർഫുൾ